ഒരു കാലത്ത് ഇന്ത്യൻ IT വ്യവസായത്തിന്റെ കിരീടത്തിലെ പൊൻതൂവലായിരുന്നു സത്യം കമ്പ്യൂട്ടർ സർവീസസ്. ഹൈദരാബാദ് ആസ്ഥാനമായിരുന്ന ഈ കമ്പനി ഇന്ത്യയുടെ ടെക്നിക്കൽ എക്സ്പെർട്ടീസിന്റെ പ്രതീകമായി ലോകമെമ്പാടും അറിയപ്പെട്ടു. എന്നാൽ ആകാശത്തോളം ഉയർന്ന അതിന്റെ വളർച്ചയുടെ പിന്നാമ്പുറത്ത് രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് തട്ടിപ്പിന്റെ കറുത്ത കഥ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. സത്യത്തിന്റെ ഉദയവും അതിന്റെ ഞെട്ടിക്കുന്ന പതനവും ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമാണ്. 1987 ബി രാമലിംഗ രാജുവും അദ്ദേഹത്തിന്റെ സഹോദരൻ ബി രാമരാജുവും ചേർന്നാണ് സത്യം കമ്പ്യൂട്ടേഴ്സിന് തുടക്കമിടുന്നത്. അമേരിക്കയിലെ ഒഹായോ സർവകലാശാലയിൽ നിന്ന് MBA ബിരുദം നേടിയെത്തിയ രാമലിംഗ രാജു ഇന്ത്യയിൽ വളർന്നു വരുന്ന IT സാധ്യതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞു. 20 ജീവനക്കാരുമായി സെക്കന്ദരാബാദിലെ ഒരു ചെറിയ വീട്ടിൽ ആരംഭിച്ച സത്യം വളരെ വേഗം വളർച്ചയുടെ പടവുകൾ കയറി. 90കളിൽ ഇന്ത്യയിൽ IT വിപ്ലവത്തിന് കളമൊരുങ്ങിയപ്പോൾ അതിന്റെ മുൻനിരയിൽ സത്യം സ്ഥാനമുറപ്പിച്ചു. Y2K പ്രശ്നം പോലുള്ള ആഗോള അവസരങ്ങൾ മുതലാക്കി കമ്പനി ലോകമെമ്പാടും ശ്രദ്ധ നേടി. ജനറൽ ഇലക്ട്രിക്, നെസ്ലെ, കാറ്റർപില്ലർ, വേൾഡ് ബാങ്ക് തുടങ്ങിയ പ്രമുഖ ആഗോള കമ്പനികൾ സത്യത്തിന്റെ ഉപഭോക്താക്കളായി. ഗുണമേന്മയുള്ള സേവനങ്ങളും കൃത്യസമയത്തുള്ള പ്രൊജക്ട് പൂർത്തീകരണവും സത്യത്തിന് വലിയ പ്രശസ്തി നേടിക്കൊടുത്തു. 2008 ആകുമ്പോഴേക്കും സത്യം ഇന്ത്യയിലെ 4ാമത്തെ വലിയ IT കമ്പനിയായി വളർന്നിരുന്നു. 50,000-ലധികം ജീവനക്കാർ, 60-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യം, $2 ബില്യൺ വാർഷിക വരുമാനം. സത്യത്തിന്റെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ആഗോള നിക്ഷേപകരുടെ കണ്ണിലുണ്ണിയായി സത്യം മാറി. രാമലിംഗ രാജു ഒരു ദീർഘദർശിയായ സംരംഭകനായും ഇന്ത്യൻ യുവത്വത്തിന്റെ റോൾ മോഡലായും വാഴ്ത്തപ്പെട്ടു. ജീവനക്കാർക്ക് മികച്ച സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിൽ കമ്പനി എപ്പോഴും മുന്നിലായിരുന്നു. 2009 ജനുവരി 7 ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകം ഞെട്ടിത്തരിച്ച ദിവസമായിരുന്നു അത്. സത്യം കമ്പ്യൂട്ടേഴ്സ് ചെയർമാൻ രാമലിംഗ രാജു കമ്പനി ബോർഡിനും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്കും ഒരു കത്തയച്ചു. വർഷങ്ങളായി താൻ കമ്പനിയുടെ കണക്കുകളിൽ കൃത്രിമം കാണിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം ആ കത്തിലൂടെ ഏറ്റുപറഞ്ഞു. അതൊരു സാധാരണ കുറ്റസമ്മതമായിരുന്നില്ല. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു. ഒരു കടുവയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് പോലെയായിരുന്നു അത്. എങ്ങനെ താഴെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ലായിരുന്നു. തന്റെ തട്ടിപ്പിനെ കുറിച്ച് രാജു കത്തിൽ ഉപമിച്ചത് ഇങ്ങനെയാണ്: ഒരു ചെറിയ നുണയിൽ തുടങ്ങിയ കള്ളക്കണക്ക് വർഷങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാനാവാത്ത ഒരു മഹാ തട്ടിപ്പായി വളരുകയായിരുന്നു. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന 5040 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപം യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണെന്നും ലാഭം പെരുപ്പിച്ച് കാണിച്ചതാണെന്നും ബാധ്യതകൾ കുറച്ചു കാണിച്ചുവെന്നും രാജുവിന്റെ കത്ത് വെളിപ്പെടുത്തി. യഥാർത്ഥത്തിൽ കമ്പനിക്ക് ലാഭമില്ലായിരുന്നു എന്നും ഓരോ വർഷവും ഈ കള്ളക്കണക്ക് നിലനിർത്താൻ കൂടുതൽ കൃത്രിമങ്ങൾ നടത്തേണ്ടി വന്നുവെന്നും അദ്ദേഹം സമ്മതിച്ചു. ഏകദേശം 7800 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്ന് പിന്നീട് വ്യക്തമായി. ഈ വാർത്ത പുറത്തു വന്നതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ പ്രകമ്പനമുണ്ടായി. സത്യത്തിന്റെ ഓഹരി വില 78% ഇടിഞ്ഞ് നിലം പൊത്തി. നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. എങ്ങനെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് വർഷങ്ങളോളം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മുന്നോട്ട് പോയത്? അന്വേഷണത്തിൽ തെളിഞ്ഞത് വളരെ ആസൂത്രിതമായ ഒരു തട്ടിപ്പിന്റെ ചിത്രമാണ്. ഇല്ലാത്ത ഉപഭോക്താക്കളുടെ പേരിൽ വ്യാജ ബില്ലുകളും ഇൻവോയ്സുകളും ഉണ്ടാക്കി. ഈ ഇൻവോയ്സുകൾ വഴി ലഭിച്ചതായി കാണിക്കുന്ന വരുമാനം കമ്പനിയുടെ ലാഭമായി രേഖപ്പെടുത്തി. ഇതിനായി കമ്പനിയുടെ ഇൻവോയ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പ്രത്യേക യൂസർ ID ഉണ്ടാക്കി കൃത്രിമം നടത്തി. കമ്പനിയുടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്ന് കാണിക്കാൻ വ്യാജ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീതുകളും ഉണ്ടാക്കി. കമ്പനിയുടെ ഓഡിറ്റർമാർക്ക് നൽകിയിരുന്നത് ഈ വ്യാജ രേഖകളായിരുന്നു. കമ്പനിയിൽ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ ഏകദേശം 10,000 ജീവനക്കാർ അധികമുണ്ടെന്ന് കാണിച്ചു. ഈ ഗോസ്റ്റ് എംപ്ലോയീസിന്റെ പേരിൽ ശമ്പളം എഴുതിയെടുത്ത് ആ പണം രാജുവും കൂട്ടാളികളും സ്വന്തമാക്കി. ലോകത്തിലെ പ്രമുഖ ഓഡിറ്റിംഗ് സ്ഥാപനങ്ങളിൽ ഒന്നായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ആയിരുന്നു സത്യത്തിന്റെ ഓഡിറ്റർമാർ. വർഷങ്ങളോളം ഈ തട്ടിപ്പ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് ഗുരുതരമായ വീഴ്ചയായി വിലയിരുത്തപ്പെട്ടു. തട്ടിപ്പിൽ ഓഡിറ്റർമാർക്കും പങ്കുണ്ടെന്ന് പിന്നീട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. എന്തിനാണ് രാജു ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തിയത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയപ്പോൾ അന്വേഷണ ഏജൻസികൾ എത്തിയത് അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കാണ്. രാജുവിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള മെയ്റ്റാസ് ഇൻഫ്ര, മെയ്റ്റാസ് പ്രോപ്പർട്ടീസ് എന്നീ കമ്പനികളിലേക്ക് സത്യത്തിൽ നിന്ന് അനധികൃതമായി പണം ഒഴുക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. സത്യമെന്ന് ഇംഗ്ലീഷിൽ എഴുതി തിരിച്ചെഴുതിയാൽ മെയ്റ്റാസ് ആകും. IT കമ്പനി എന്ന നിലയിൽ സത്യത്തിന് ലഭിക്കുന്ന ബഹുമാനവും വിശ്വാസ്യതയും ഉപയോഗിച്ച് ബാങ്കുകളിൽ നിന്ന് വലിയ ലോണുകൾ എടുക്കാനും ഈ തട്ടിപ്പ് സഹായിച്ചു. കമ്പനിയുടെ മോശം പ്രകടനം പുറത്തറിഞ്ഞാൽ ഓഹരി വില ഇടിയുമെന്നും അതോടെ കമ്പനിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും രാജു ഭയന്നു. ഈ പ്രതിസന്ധി മറികടക്കാനാണ് അദ്ദേഹം കള്ളക്കണക്കുകളുടെ ലോകത്ത് അഭയം തേടിയത്. എന്നാൽ 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം റിയൽ എസ്റ്റേറ്റ് മേഖലയെ തളർത്തിയപ്പോൾ രാജുവിന്റെ പദ്ധതികൾ പാളി.
മെയ്റ്റാസ് കമ്പനികളെ സത്യം കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് തന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുള്ള അവസാന ശ്രമവും ഓഹരി ഉടമകളുടെ എതിർപ്പ് മൂലം പരാജയപ്പെട്ടു. ഇതോടെ മറ്റു വഴികളില്ലാതെ രാജു കുറ്റസമ്മതം നടത്താൻ നിർബന്ധിതനാവുകയായിരുന്നു. സത്യത്തിന്റെ പതനം ഇന്ത്യൻ IT വ്യവസായത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ലക്ഷക്കണക്കിന് നിക്ഷേപകരുടെയും 50,000-ലധികം ജീവനക്കാരുടെയും ഭാവി അനിശ്ചിതത്വത്തിലായി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെട്ടു. കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റാതിരിക്കാനും ജീവനക്കാരെയും ഉപഭോക്താക്കളെയും സംരക്ഷിക്കാനും സർക്കാർ പുതിയൊരു ബോർഡിനെ നിയമിച്ചു. ദീപക് പരേഖ്, കിരൺ കാർണിക്, C. അച്യുതൻ തുടങ്ങിയ പ്രമുഖരായിരുന്നു ഈ ബോർഡിലെ അംഗങ്ങൾ. പുതിയ ബോർഡിന്റെ പ്രധാന ലക്ഷ്യം കമ്പനിയെ സാമ്പത്തികമായി നിലനിർത്തുകയും എത്രയും പെട്ടെന്ന് ഒരു പുതിയ ഉടമയെ കണ്ടെത്തുകയുമായിരുന്നു. സുതാര്യമായ ഒരു ലേല നടപടിയിലൂടെ പുതിയ നിക്ഷേപകനെ കണ്ടെത്താൻ ബോർഡ് തീരുമാനിച്ചു. ലാർസൻ ആൻഡ് ടൂബ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ പ്രമുഖ കമ്പനികൾ സത്യത്തെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു. 2009 ഏപ്രിലിൽ നടന്ന ലേലത്തിൽ മഹീന്ദ്ര വിഭാഗത്തിന്റെ IT വിഭാഗമായ ടെക് മഹീന്ദ്ര ഏറ്റവും ഉയർന്ന തുക വാഗ്ദാനം ചെയ്ത് സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ 31% ഓഹരികൾ സ്വന്തമാക്കി. ഇതൊരു ചരിത്രപരമായ ഏറ്റെടുക്കലായിരുന്നു. തട്ടിപ്പിന്റെ ആഘാതത്തിൽ തകർന്നടിഞ്ഞ ഒരു ഭീമൻ കമ്പനിയെ മറ്റൊരു ഇന്ത്യൻ കമ്പനി തന്നെ രക്ഷയ്ക്കെത്തുന്നത് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തിന് പുതിയ ആത്മവിശ്വാസം നൽകി. ഏറ്റെടുക്കലിന് ശേഷം സത്യം കമ്പ്യൂട്ടേഴ്സ് മഹീന്ദ്ര സത്യം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. പുതിയ മാനേജ്മെന്റിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് ഉണ്ടായിരുന്നത്. കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി കണ്ടെത്തുക, ഉപഭോക്താക്കളുടെ വിശ്വാസം വീണ്ടെടുക്കുക, ജീവനക്കാരുടെ മനോവീര്യം തിരികെ കൊണ്ടുവരിക എന്നിവയായിരുന്നു പ്രധാന കടമ്പകൾ. CP ഗുർനാനിയുടെ നേതൃത്വത്തിൽ മഹീന്ദ്ര സത്യം പതിയെ കരകയറാൻ തുടങ്ങി. കുറ്റസമ്മതത്തിന് പിന്നാലെ രാമലിംഗ രാജു, സഹോദരൻ രാമരാജു, മുൻ CFO വത്മലാനി ശ്രീനിവാസ് എന്നിവരെ CBI അറസ്റ്റ് ചെയ്തു. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിലെ 2 ഓഡിറ്റർമാരും കേസിൽ പ്രതികളായി. വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം 2015 ഏപ്രിലിൽ ഹൈദരാബാദിലെ പ്രത്യേക CBI കോടതി വിധി പ്രഖ്യാപിച്ചു. രാമലിംഗ രാജു ഉൾപ്പെടെ 10 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി രാമലിംഗ രാജുവിനും സഹോദരനും 7 വർഷം കഠിന തടവും 5.5 കോടി രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. ഓഡിറ്റിംഗിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതിന് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് സെബി ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഓഡിറ്റ് നടത്തുന്നതിൽ നിന്ന് 2 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തി. സത്യം തട്ടിപ്പ് ഇന്ത്യൻ കോർപ്പറേറ്റ് ഭരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. കമ്പനികളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ നിയമങ്ങൾ കർശനമാക്കി. ഇതിന്റെ ഫലമായി 2013 പുതിയ കമ്പനി നിയമം നിലവിൽ വന്നു. ഓഡിറ്റർമാരുടെ നിയമനത്തിലും പ്രവർത്തനത്തിലും കർശനമായ വ്യവസ്ഥകൾ കൊണ്ടുവന്നു. ഒരു കമ്പനിയിൽ തുടർച്ചയായി ഒരേ ഓഡിറ്ററെ നിയമിക്കുന്നത് തടയാൻ ഓഡിറ്റർ റൊട്ടേഷൻ നിർബന്ധമാക്കി. കമ്പനി ബോർഡുകളിൽ സ്വതന്ത്ര ഡയറക്ടർമാരുടെ പങ്ക് ശക്തമാക്കി. കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്താൻ അവർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി. കമ്പനിക്കുള്ളിൽ നടക്കുന്ന തട്ടിപ്പുകളും നിയമലംഘനങ്ങളും ധൈര്യമായി റിപ്പോർട്ട് ചെയ്യാൻ ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിർബന്ധമാക്കി. ഓഡിറ്റിംഗ് പ്രൊഫഷനെ നിയന്ത്രിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി പോലുള്ള സ്വതന്ത്ര സ്ഥാപനം രൂപീകരിച്ചു. 2013 ജൂൺ 25 മഹീന്ദ്ര സത്യം ഔദ്യോഗികമായി ടെക് മഹീന്ദ്രയിൽ ലയിച്ചു. ഇതോടെ സത്യം എന്ന പേര് ചരിത്രത്തിന്റെ ഭാഗമായി. ഒരു കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഒരു സ്ഥാപനം അതിന്റെ അമരക്കാരന്റെ തന്നെ ദുരാഗ്രഹം കാരണം എങ്ങനെ തകർന്നടിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ കഥ ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ ആ പതനത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ ശക്തവും സുതാര്യവുമായ ഒരു കോർപ്പറേറ്റ് സംസ്കാരം കെട്ടിപ്പടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.